ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. നിരപരാധികൾ ഉൾപ്പെടെ ഹമാസിൻ്റെ ഭീകരന്മാരും ഗസയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഹമാസിൻ്റെ നേതാക്കന്മാരൊക്കെ ഖത്തറിൽ സുഖവാസത്തിലുമായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത വരുന്നു, ഹമാസിൻ്റെ നേതാക്കന്മാർ ഖത്തർ വിടാൻ നിർബന്ധിതരായിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ 2 രാജ്യങ്ങൾ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവർ അഭയം തേടാൻ ശ്രമിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അനിവാര്യമായ ഒരു തകർച്ചയിലേക്ക് രാഷ്ട്രീയമായി ഹമാസ് വീഴുകയാണോ? അങ്ങനെയൊന്നുമില്ല. ഒന്ന്, ഈ നിരപരാധികളടക്കം കൊല്ലപ്പെട്ടു, അങ്ങനെയൊന്നുമല്ല. അപരാധികളാണ് കൊല്ലപ്പെട്ടത്. പാവജനങ്ങളില്ല. 34,000 ചില്ലുവാനും ആളുകൾ മരിച്ചു. പാവം ജനങ്ങളില്ല അവിടെ. എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്. തോക്കെടുക്കാൻ കഷ്ടിച്ച് എണീറ്റ് നിൽക്കാൻ പ്രായമാകുമ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു തോക്ക് കൊടുക്കുന്നുണ്ട്, കുട്ടിയുടെ കയ്യിൽ. ഇതാണ് ഹമാസിൻ്റെ ഓപ്പറേഷൻ. ഇത് എത്ര പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. UN സെക്യൂരിറ്റി കൗൺസിൽ ഈ ആർഗ്യുമെൻ്റ് നടക്കുമ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഓരോന്നായിട്ട് ഇസ്രായേൽ പ്രദർശിപ്പിച്ചു. നിങ്ങൾ പറയുന്നു കുട്ടികളെ കൊല്ലുന്നു. കുട്ടികളുടെ കയ്യിൽ തോക്കാണ്. 5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ AK-47. ഇപ്പം അതിൻ്റെയൊക്കെ മോഡേൺ വേർഷനാണ്. ഏതായാലും അതുപോലത്തെ ഒന്ന് തോക്ക്. അതിനെ പൊക്കി പിടിച്ച് ഒരു ഹമാസ് പോരാളി നിൽക്കുന്നു. എവറി ഇൻഡിവിജ്വൽ ഈസ് ഹമാസ് ഇൻ ഗസ, അറ്റ്ലീസ്റ്റ് ഇൻ ഗസ. ഗസയിൽ മാത്രമായിട്ട് ലിമിറ്റഡ് ആവുന്നില്ല. ഈ തീവ്രവാദത്തിൻ്റെ വ്യാപ്തി നമുക്കറിയില്ല. നമ്മൾ ഈ ഭംഗിവാക്ക് പറഞ്ഞ് ശീലിച്ചു. അവരിൽ ചെറിയൊരു വിഭാഗം, മുഴുവൻ പേരല്ല, ചെറിയൊരു വിഭാഗം ഈ കലാപരിപാടി ചെയ്ത് ഇത് മുഴുവൻ വിഭാഗവും ഇങ്ങനെയായി. ഇതാണ് ഗസയിലെ സ്ഥിതി. അല്ല, ഇപ്പോഴും ഒരു നെറേറ്റീവ് തീവ്രവാദികൾ കുറച്ചേ ഉള്ളൂ. അവർ ഈ മനുഷ്യരെ, നിരപരാധികളായ മനുഷ്യരെ ഹ്യൂമൻ ഷീൽഡായിട്ട് വെക്കുന്നു എന്നൊക്കെയാണ്. അത് എന്തൊക്കെ ചെയ്യുന്നു ആർക്കറിയാം. അൽ ജസീറ നടത്തുന്ന നെറേറ്റീവാണിത്. ലോകം മുഴുവനുള്ള യൂണിവേഴ്സിറ്റികളിൽ അവർ കാശ് മുടക്കിയിട്ടുണ്ട്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലടക്കം, ഇന്ത്യൻ മാധ്യമങ്ങളിൽ, സകല സ്ഥലത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഫോർട്ട് കൊച്ചിയിൽ ഒരു പോസ്റ്റർ കീറി എന്ന് പറഞ്ഞു, SIUയുടെ പോസ്റ്റർ, ഒരു ഓസ്ട്രേലിയൻ ജ്യൂസ്. അവരുടെ ആ ഒരു സ്പിരിറ്റ് നോക്കൂ. അവർ ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്നതാണ്. അവർക്കെതിരെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അവർ കീറി. SIUക്ക് എന്താ ഈ പാലസ്തീനുമായിട്ട് ബന്ധം? എന്താണ് SIUക്ക് ബന്ധം? മുസ്ലിമാണ് എന്നുള്ളത്. അപ്പോൾ ആ സ്ത്രീക്ക് അവർ ജൂതയാണ് എന്നുള്ള ആ വാശിയുണ്ട്. അതാണ് അവർ കാണിച്ചത്. ഒറ്റയ്ക്ക് വന്ന് ഇന്ത്യയിൽ അപരിചിതമായ ഒരു സ്ഥലത്ത് അവർക്കെതിരെയുള്ള പോസ്റ്റർ കീറണമെങ്കിൽ ഒരു ഇസ്രായേലിയുടെ വീര്യം എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ ആത്മാഭിമാനം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കണം. അത് മലയാളികൾക്ക് മനസ്സിലാവാൻ വലിയ പ്രയാസം. കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞൊട്ടും കേരള പോലീസ് ഇവർ പോയി ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് ഒരു കേസെടുത്തു. അവരുടെ സ്ഥിരം സെക്ഷൻ 153A. എന്നിട്ട് ആ മദാമി ഇപ്പോൾ ഇവിടെ ആർക്കും അറിയില്ല. അവർ ഒന്നുകിൽ ഇവിടെ തന്നെ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയി കാണും പോലീസുകാർ നല്ല വാക്ക് പറഞ്ഞിട്ട്. ഇത് ഈ ഭോഷ്ക്ക് തുറന്ന് കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇവർ തീവ്രവാദികളാണ്. ഇപ്പോൾ ഹമാസ് ഖത്തർ വിടാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഖത്തറിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ഈ ഹോസ്റ്റേജ് ക്രൈസിസ് 133 പേര് ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അത് വിട്ടുകൊടുക്കാൻ ഒരാളും ആവശ്യപ്പെടുന്നില്ല ഇന്ന് വരെ. വെടിനിർത്തണം, ഗാസയിൽ വെടിനിർത്തണം, പാവങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ. അയ്യോ, ഈ 133 ഗർഭിണിയെ പിടിച്ചു വെച്ചിരിക്കുന്നതിന് അതിനെ ആദ്യം വിട്, എന്നിട്ടല്ലേ വെടിനിർത്തേണ്ടത്. അതിലും കുട്ടികളുമുണ്ട്. അതാരും ചോദിക്കുന്നില്ല, ഒരു മനുഷ്യൻ ചോദിക്കുന്നില്ല. ഖത്തർ ഇതും കൂടെ ചോദിച്ചു ഹമാസിൻ്റെ അടുത്ത്. ഖത്തർ പറഞ്ഞു, അതൊരു ന്യായമല്ലേ ചേട്ടാ, താൻ ഈ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 133 പേര് തൻ്റെ ഇരിപ്പില്ലേ എന്ന് ചോദിച്ചു. ആ ചോദിച്ചത് മാത്രമേ ഖത്തറിന് ഓർമ്മയുള്ളൂ. ഹമാസ് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഇവിടെ നിന്നാൽ മുതലാവില്ല. കാരണം ആദ്യമായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അവരോട് ഈ ബുദ്ധിമുട്ട് പിടിച്ച ചോദ്യം ചോദിക്കുന്നു. അവിടെ ഇനി താമസിച്ചാൽ ശരിയാവില്ല. ഇപ്പോൾ അവർ ഒമാനുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഖത്തറിൻ്റെ മനംമാറ്റത്തിന് എന്തായിരിക്കും കാരണം? മനംമാറ്റത്തിൻ്റെ കാര്യം എക്സ്റ്റേണൽ പ്രഷർ, എല്ലായിടത്തും അമേരിക്കയുടെ പ്രഷർ. അമേരിക്ക കുറ്റപ്പെടുത്തി ഖത്തറിനെ. നിങ്ങൾ വൺ സൈഡ് കളിക്കാൻ, നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, ശരിയാണ്. കാരണം ഖത്തറും അമേരിക്കയും തമ്മിലൊരു ഉടമ്പടിയുണ്ട്. ഖത്തറാണ് ആദ്യമായിട്ട് ഇസ്രായേലുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയ മുസ്ലിം രാജ്യം ഖത്തറാണ്. അതെ, ഖത്തർ ആവുന്നത്ര ഇത് എക്സ്പ്ലോർ ചെയ്യാതെ പോകാൻ ഈ ഹമാസിന് ഇവർ അവിടെ താമസിപ്പിക്കാനുള്ള കാര്യം തന്നെ ഒന്നുമില്ലെങ്കിൽ ഒരു നിയന്ത്രണം നമ്മുടെ എങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. യുവന്മാർ പോക്രിയാണെന്ന് ഖത്തറിനും അറിയാം. പക്ഷേ ഒരു നിയന്ത്രണം വേണമല്ലോ എന്ന് വിചാരിച്ച്
ഇവർമാർക്ക് ചോറും കൊടുത്തിട്ട് ഇവർ ഈ കലാപരിപാടി മുഴുവൻ നടത്തുകയായിരുന്നു. ഇസ്രായേൽ പറഞ്ഞു ഖത്തറല്ല, ഖത്തറിൻ്റെ അപ്പുറത്തെ ആളാണെങ്കിലും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല, ചേട്ടാ നമ്മൾ തമ്മിലുള്ള ടേംസ് തെറ്റും, ഇത്രയും കാലം നിങ്ങൾ ഇവരെ അവിടെ സുഖവാസം അന്വേഷിച്ച് ഞങ്ങളൊന്നും മിണ്ടിയില്ല, ഇനി ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ തിരിച്ചടിച്ചല്ലോ, ഇവരെ സിറിയയെ തിരിച്ചടിച്ചു, ഡമാസ്കസ് എയർപോർട്ട് ഇല്ലാതെയാക്കി കളഞ്ഞു ഇസ്രായേൽ, ലെബനനെ ഹിസ്ബുള്ളയെ അടിച്ചു, ഹൂത്തികളെ അടിച്ചു, ഇനി അവരടിക്കാനാരെയും ബാക്കിയില്ല. അവർക്ക് ഖത്തറിനെ അടിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ്. അമേരിക്ക മാറിക്കൊടുക്കും. അമേരിക്ക പറയും ഞങ്ങൾ ഖത്തറിനെ സംരക്ഷിക്കാൻ നേരതാണ്, പക്ഷേ ഖത്തറിൻ്റെ കയ്യിലിരിപ്പ് മഹാമോശം. അമേരിക്കയ്ക്ക് സ്റ്റാൻഡ് മാറ്റാൻ വല്ല നേരവും വേണം. ഒന്നിനെ പോലെയല്ലേ. പിന്നെ അവർ ഈ വിഖ്യാതമായ ജോർജ് ബുഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റില്ലേ, ഇറാഖ് ഇവർ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ WMD അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇറാഖ് മുഴുവൻ കളച്ചു മറിച്ചത്. അവിടെ ഒരു കിഴങ്ങുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് അന്നത്തെ ജോർജ് ബുഷ് ഒന്നാമൻ പറഞ്ഞ സമാധാനം എന്താണെന്നറിയാമോ? വി ആർ ബീയിങ് ഡ്രിവൺ ബൈ ദ ഫോഴ്സസ് വിച്ച് ആർ ഡ്രൈവിങ് അസ്. എന്താ അർത്ഥശൂന്യമായ ഒന്നും മനസ്സിലായില്ല. എന്നുവെച്ചാൽ എന്നെ നയിക്കുന്ന ശക്തികളുടെ പിന്നാലെ ഞാനങ്ങ് പോവുകയാണ്. ഇതാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ടോ? ഇല്ല. എന്നാൽ എല്ലാ അർത്ഥവുമുണ്ട്. ഇതുപോലെ സൈക്കോളജിക്കൽ ടേംസ് ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ കാണുന്നവരാണ് അമേരിക്കക്കാർ. അവർക്ക് ഏത് സിറ്റുവേഷനിലും അവരുടേതായ ന്യായം ഉണ്ടാകും. ശക്തിയുള്ളവനായതുകൊണ്ട് അവനെ എല്ലാവരും വകവയ്ക്കും. അവൻ്റെ ഭാഗത്തെ ന്യായം മറ്റുള്ളവർ കണ്ടുപിടിക്കും. അവൻ എന്ത് പോക്രിത്തരം ചെയ്തു കഴിഞ്ഞാലും ന്യായം മറ്റുള്ളവർ കണ്ടുപിടിക്കും. ഇതാണ് ലോക ചരിത്രം, ശക്തന്മാരുടെ ചരിത്രം എന്ന് സ്വാമി വിവേകാനന്ദൻ പറയാൻ കാര്യം. നരേന്ദ്രമോദിയും നമ്മൾ ലോകത്തിലെ നമ്പർ 1 ശക്തിയാവണം എന്ന് പറയുന്നത്, ശക്തി ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിങ്ങളെ വകവയ്ക്കില്ല. നിങ്ങൾ ശ്രീബുദ്ധനാണ്, മഹാത്മാഗാന്ധി, കൊള്ളാം ചായയും കുടിച്ച് എണീറ്റ് പോക്കോ എന്ന് പറയും. ഇത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പരിഗണനയും കിട്ടില്ല. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ ഇപ്പോഴും ഇല്ല. എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് ശക്തിയില്ല. ഉള്ള കാലത്ത് അവർ തന്നതാണ്. അപ്പോൾ നമ്മളത് ചൈനയ്ക്ക് കൊടുത്തു. നമ്മൾ വലിയ ശ്രീബുദ്ധൻ ധർമ്മിഷ്ഠനായിട്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ ഗതികേട് കൊണ്ട് ഖത്തറുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഹമാസ് റീലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് വാർത്ത. പക്ഷേ ഹമാസ് നിഷേധിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഈ അമേരിക്കൻ വാൾ സ്ട്രീറ്റ് ജേർണൽ ഇറക്കി വിടുന്ന കള്ളക്കഥകൾ വിശ്വസിക്കരുത്, ഞങ്ങൾ ഇവിടെ നിന്നും പോകാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ഹമാസ് പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ഈ പല രീതിയിലാണല്ലോ. ഇപ്പോൾ ഇസ്രായേൽ ടൈംസ് എന്ന് പറഞ്ഞ പത്രമുണ്ട്, വാൾ സ്ട്രീറ്റ് ജേർണലുണ്ട്, അൽ ജസീറയുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഓഫ് ഇന്ത്യ ഇവരൊക്കെ ഉണ്ട്. പലരും ഈ വാർത്തയിൽ ഒരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മാറും. ഒന്ന്, ഖത്തറിൽ നിന്ന് ഹമാസ് പിൻവാങ്ങുന്നു, അങ്ങനെയും വാർത്ത എഴുതാം. ഖത്തർ ഹമാസിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, അങ്ങനെയും വാർത്ത എഴുതാം. ഏകദേശം 2 ശരിയാണ് താൻ. ഈ അറബ് ഇസ്രായേൽ യുദ്ധം പണ്ട് വന്നപ്പോൾ ഇന്ന് മനോരമ ഇവരുടെ പാലസ്തീൻ്റെ കൂടെയാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല മനോരമ. 67 യുദ്ധത്തിൽ മനോരമ കോട്ടയം എഡിഷനിൽ വന്നു. അന്ന് മലപ്പുറം എഡിഷനില്ല, കോഴിക്കോട് എഡിഷനേ ഉള്ളൂ. കോഴിക്കോട് എഡിഷനിൽ ഇസ്രായേലിൻ്റെ ക്രൂരമായ ആക്രമണം ഇതാണ്. ഇവിടെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നു കോട്ടയത്ത്. അപ്പോൾ കോട്ടയത്ത് ഇസ്രായേലിനെ പറ്റി ഒരു പോസിറ്റീവ് വാർത്ത. ഇതേ വാർത്തയാണ് കോഴിക്കോട് ചെന്നപ്പോൾ നെഗറ്റീവ് വാർത്തയാക്കി. ഇതാണ് മനോരമയുടെ ഹരീഷൻ തിയറി ആദ്യം കൊണ്ടുവന്ന മനോരമയാണ്. പിന്നെ 1967 ഇന്നും അവരത് ചെയ്യാറൊക്കെയാണ്, ഇന്നും ചെയ്യാറുണ്ട്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലാത്തപ്പോൾ. ഇതുപോലെയാണ് ഈ ഹമാസ് ഇഷ്യൂ പത്രങ്ങളും നമ്മളുടെ സോഷ്യൽ മീഡിയയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയും റിപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് അത് സത്യമാണെന്ന് വാദിക്കുകയും ചെയ്യാം. സുനിൽ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാണോ, ഞാൻ തന്നെ ഇറങ്ങിപ്പോകാനാണ്, രണ്ടും റിപ്പോർട്ട് ചെയ്യും, രണ്ടും ഏകദേശം ശരിയാകുകയും ചെയ്യും. കാരണം സുനിൽ ആവശ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കുന്തം വേടരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നുണ്ട്. രണ്ടും ശരിയാണ്. ഈ രീതിയിൽ കളിക്കുകയാണ്. വാസ്തവത്തിൽ ഇസ്രായേൽ ഇപ്പോഴും ജയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അല്ല, അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ ഒരു സംശയം. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം അവസാനത്തെ ഹമാസ് തീവ്രവാദിയും കൊല്ലും, ഇല്ലാതാക്കുന്ന. അത് നടക്കുമോ? സാധ്യമാണോ? സാധ്യമാണ്. കാരണം ഇതുവരെ അവർ സാധ്യമാണെന്ന് ഞാൻ പറയട്ടെ. ലോകത്തിലെ ഏകദേശം ഡിഫൻസ് എക്സ്പേർട്സ് എല്ലാം പറഞ്ഞത്
ഒരു 15,000 പേര് ഗാസയിൽ മരിക്കും. അതോടെ ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ. പക്ഷേ തെക്കൻ ഗാസയിലെ ഈ ഖാൻ യൂനിസ് എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് അവിടെ പലസ്തീൻ്റെ കോട്ടയാണ്. അവിടെ ഒന്നും ഇസ്രായേലൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവിടം വെച്ച് തീർക്കും ഈ പ്രതികാരം. തീർത്തില്ല. ഇന്നിപ്പോൾ മരണസംഖ്യ 34 കഴിഞ്ഞു. 15ൻ്റെ 3 ഇരട്ടിയായി. ആശുപത്രിയാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്യുന്ന എൻ്റെ തൊട്ട് പുറകെ ബോംബ് വീണു. 18 സ്ത്രീകൾ മരിച്ചു. സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികൾ, ഗർഭിണികൾ, ഇവരെയൊന്നും കൊല്ലരുത്. അവരങ്ങ് കൊല്ലുകയാണ് ഇസ്രായേൽ. ആരും ചോദിക്കാനില്ല. ഈ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള തത്വം ഇപ്പോഴും ലോകത്തുണ്ട്. അതാണ് നിലനിൽക്കുന്നത്. വെറുതെ വാചകം അടിച്ചിട്ട് കണ്ടവൻ്റെ തല്ലുവാങ്ങി. അത് ശരിയാണോ? മൈറ്റ് ഈസ് റൈറ്റ് എന്ന് എപ്പോഴും ബാധിക്കുന്നത്? അല്ല, അത് താത്വികമായ അർത്ഥത്തിൽ ശരിയല്ലായിരിക്കാം. പക്ഷേ പ്രായോഗികമായിട്ട് മൈറ്റ് ഈസ് റൈറ്റ് എന്ന് നടക്കുമ്പോൾ യു ഹാവ് ടു ഹാവ് മൈറ്റ്. ഞാനിത് പണ്ട് ഗോവിന്ദാചാര്യയോട് ചോദിച്ചിരുന്നു. ഈ EVM ഒന്നും ഇല്ലാത്ത കാലത്ത് ബൂത്ത് പിടുത്തം നടക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, BJP ബൂത്ത് പിടിക്കാറുണ്ടോ? ഗോവിന്ദാചാര്യ പറഞ്ഞു, ഇല്ല, BJP ബൂത്ത് പിടിക്കാറില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നിർണ്ണയിക്കുന്നത് ബൂത്ത് പിടുത്തമാണെങ്കിൽ BJPക്ക് ബൂത്ത് പിടിക്കാതിരിക്കാനും പറ്റില്ല. ഗോവിന്ദാചാര്യ പറഞ്ഞു, ലുക്ക്, the terms of the war, the conditions of the war are not decided by BJP alone. It is decided by the enemy also. ഈ രണ്ടുപേരും ചേർന്ന ഒരു ഡൈനാമിക്സാണ് തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പിടുത്തത്തെ സംബന്ധിച്ച് നടക്കുന്നത്. അപ്പോൾ ബൂത്ത് പിടിച്ചാലേ ഒരു സ്ഥലത്ത് ജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റവും ബൂത്ത് പിടിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങളും ബൂത്ത് പിടിക്കും. കാരണം അവിടെ ബൂത്ത് പിടുത്തമാണ് വിജയത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡം. അതാണ് യുദ്ധത്തിൻ്റെ റൂൾ. അതാണ്. അപ്പം ഞാൻ ബൂത്ത് പിടിക്കുക, താൻ പിടിക്കുന്നത് താൻ പിടിച്ചു, എല്ലാം പിടിച്ചുകൊണ്ട് അവനങ്ങ് പോവും, അവൻ ജയിക്കും. ആൻഡ് യു ആർ നോവെയർ. ഈ മണ്ടത്തരം കാണിക്കരുത്. ഇത് മഹാഭാരത കാലത്ത് ശ്രീകൃഷ്ണൻ ഇതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ്. ഈ മണ്ടത്തരം കാണിക്കരുത് എന്നുള്ളതിൻ്റെ. പലരും പറയുമല്ലോ, ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ആയുധമെടുത്തു, ചക്രമെടുത്തു, സൂര്യനെ മറച്ചു, സന്ധ്യയായി എന്നൊക്കെ കാണിച്ച് തട്ടിപ്പ് കാണിച്ചു. യെസ്, കാണിച്ചു. കർണൻ്റെ രഥം ഇതിൽ ചെളിയിൽ പൊതഞ്ഞു. അപ്പോൾ ചെളിയിൽ പൊതഞ്ഞു കഴിയുമ്പോൾ അതെടുത്ത് കരയ്ക്കാക്കിയിട്ട് വേണം പിന്നെ ആ സമയത്ത് അമ്പ അയക്കാൻ പാടില്ല. കൃഷ്ണൻ പറഞ്ഞു, അർജുന തട്ടടാവനെ. അർജുനൻ പറഞ്ഞു, അല്ല ചേട്ടാ, നമ്മൾ തട്ടടാവനെ തട്ടി. അതാണ് ശ്രീകൃഷ്ണനോട് പിന്നെ ഈ ന്യായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ബലരാമൻ വന്നിട്ട്. എപ്പോഴാണെന്ന് വെച്ചാൽ യുദ്ധമെല്ലാം തീർന്ന അവസാനം ഈ ഭീമനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധം. അതിൽ ശ്രീകൃഷ്ണനാണ് ഭീമനോട് പറയുന്നത് തുടക്കടിച്ച് കൊല്ലാൻ. കാരണം ഇവന് ദുര്യോധനെ വേറെ എവിടെ അടിച്ചാലും മരിക്കില്ല, തുടക്കടിക്കണം. എന്നാൽ ഗദായുദ്ധത്തിൽ നിയമം അനുസരിച്ച് തുടക്കടിച്ചുകൂടാ. ഈ നിയമം കൊണ്ടുപോയി കാറ്റിൽ പുറത്തും അടികളാവനെ അടിച്ചു. അപ്പോഴാണ് ബലരാമൻ ക്ഷോഭിക്കുന്നത്. ബലരാമൻ ക്ഷോഭിച്ചിട്ട് പറഞ്ഞു, തെമ്മാടിത്തരം കാണിക്കുന്നു, യുദ്ധ നിയമം തെറ്റിച്ചില്ല, അതല്ലേ ഇതില്ലേ. ശ്രീകൃഷ്ണൻ അപ്പോൾ ബലരാമനോട് ഈ ന്യായങ്ങൾ ഓരോന്ന് ചോദിക്കുന്നു. പാഞ്ചാലി വസ്ത്രാക്ഷേപം നടന്നപ്പോൾ നീതിയും ധർമ്മമൊക്കെ എവിടെയായിരുന്നു? പോട്ടെ, ചേട്ടൻ എവിടെയായിരുന്നു? ഞാനല്ലേ ഉണ്ടായുള്ളൂ. ഞാൻ വന്ന് തലവെച്ചതല്ലേ ഇതിൽ. എനിക്കൊരു കാര്യമില്ല, എനിക്ക് എൻ്റെ ദ്വാരകമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതി. ഞാൻ ചെയ്തില്ല. കാരണം ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മം ജയിക്കാനുള്ള യുദ്ധമാണ്, അല്ലാതെ യുദ്ധധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമല്ല. പലരും ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ധർമ്മപുത്രർ, അങ്ങേർക്ക് ധർമ്മമുണ്ട്. ധർമ്മപുത്രൻ എന്ന് പറഞ്ഞാൽ യമധർമ്മൻ്റെ മകനായതുകൊണ്ട് ധർമ്മപുത്രൻ അല്ല, അത് ധർമ്മമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ പൊട്ടത്തിനെല്ലാം വെറുതെ ഹിന്ദുക്കളെ ഡിഫെൻസീവിലാക്കാനായിട്ട് കാര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ആൾക്കാർ ശരിയാണ്, ധർമ്മപുത്രർ കള്ളം പറഞ്ഞു, അത് ശരിയല്ലല്ലോ. ധർമ്മപുത്രരെ കള്ളം പറയുള്ളൂ. ധർമ്മപുത്രർ എന്നങ്ങനെ വിളിക്കുന്നത് യമധർമ്മൻ്റെ മകനായതുകൊണ്ട് ധർമ്മപുത്രൻ, ഇത്രയേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അതേസമയം ബൈ ആൻഡ് ലാർജ് ഒരുപാട് സ്ഥലത്ത് അയാൾ ധർമ്മം പാലിച്ചിട്ടുണ്ട് ഡിഫിക്കൽട്ട് ടൈംസിൽ. അതേസമയം ചൂത് കളിച്ച് ഈ നാശനഷ്ടം മുഴുവൻ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി ആ മനുഷ്യനില്ലേ. അതെ അതെ. ഇതെല്ലാം വഴിയേ പോയ കൃഷ്ണൻ ഏറ്റെടുത്തു. ലോകസംഗ്രഹം വേണം, ധർമ്മം നിലനിൽക്കണം. ആ ദ്വാരകയിൽ സൂചിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഒരു തലവേദനയിൽ സുഖമായിട്ട് അവിടെ ഭരിച്ചു കഴിഞ്ഞതാണ് ശ്രീകൃഷ്ണൻ. വന്ന് ഇതിലൊക്കെ തലവെച്ചു. അപ്പോൾ ബലരാമനോട് ശ്രീകൃഷ്ണൻ ഈ ഓരോ ന്യായവും പറയുന്നു.
അഭിമന്യുവിനെ വളഞ്ഞിട്ട് കൊന്നത് എന്ത് ധർമ്മമായിരുന്നു? ഈ മഹാഭാരതത്തിലെ യുദ്ധധർമ്മം തെറ്റിക്കൽ ആരംഭിക്കുന്നത് അഭിമന്യുവിൻ്റെ കൊലപാതകം മുതലാണ്. 18 പേര് നിന്ന് വളഞ്ഞ് അഭിമന്യുവിനെ കൊല്ലുന്നു. ചെറുപ്പമാണവൻ. അവനേക്കാൾ എത്രയോ മിടുക്കന്മാരാണ് അവനെ വളഞ്ഞിരിക്കുന്നത്. പത്മവ്യൂഹത്തിൽപ്പെട്ട വാർത്ഥാത്മജൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ അറിയാതെ വിഷമിച്ച അവനെ അന്ന് ഒരു ധർമ്മവും ആ സമയത്ത് ആരും നോക്കിയില്ല. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇത്രയും പേര് ചേർന്ന് ഒരുത്തിനെ ആക്രമിക്കാമോ? ഇതൊക്കെ ഉണ്ട്, യുദ്ധധർമ്മത്തിൽപ്പെട്ടതാണ്. അവിടെ ഒന്നും ഇത് ബാധകമല്ല. ഞാൻ അർജുനെ കൊണ്ട് ഇത് ചെയ്യിച്ചപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭീമനെ കൊണ്ട് വെച്ച് അധർമ്മമായി. ചേട്ടനെ പാട് നോക്കിപ്പോകും. അങ്ങനെയാണ് ബലരാമൻ പോയി. നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ദുരന്തം. രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്ന ഒരു സന്ദർഭം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായി. കാരണം ഇപ്പുറത്ത് ഓപ്പോസിഷനായിരുന്ന ജനസംഘം, BJP അവരെപ്പോഴും ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ എന്തുമായിക്കോട്ടെ അവർ ഒന്നിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പാരവയ്ക്കും. അതുകൊണ്ട് മൊത്തത്തിൽ നമ്മുടെ ഭാരത ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കോമൺ കോസിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ കക്ഷി രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങിയത്. ഇതിനകത്ത് പെടാതെ ഇത് എന്ന് വെച്ചാൽ അതെന്തെങ്കിലും വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, അതിനകത്ത് കയറി പെരുമാറാൻ ഇടയാവാതെ. അകത്ത് കയറി പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശത്രുതയുണ്ടാവും. ഞാനൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ആ നിമിഷം സുനിലിൻ്റെ ശത്രുവായിട്ട് മാറുകയാണ്. പാർട്ടി ഇല്ലാതെ ഞാൻ നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം മനസ്സിലില്ല, ബഹുമാനവും അടുപ്പവും സ്നേഹവും ഉണ്ടാകും. ഇതെപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ കസേര പോകും എന്നുള്ള പേടി കൊണ്ട് സുനിൽ എന്നെ പാരവയ്ക്കുകയും ഇതൊക്കെ തുടങ്ങും ബഹളം. അതില്ലാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ചെയ്തു. പക്ഷേ ഈ ലക്ഷ്യത്തോടെ പെരുമാറുന്ന ആൾക്കാരാണ് ഇസ്രായേലുകാർ. അവർക്ക് പ്രശ്നമുണ്ട്. നെതന്യാഹുവിൻ്റെ പേരിൽ അഴിമതി ആരോപണമുണ്ട്. അയാൾ രാജിവെക്കണമെന്നുള്ള ജാഥ ഇപ്പോഴും നടക്കുന്നുണ്ട്. പലവിധ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. എന്നിട്ടും അവരൊരു നാഷണൽ ഗവൺമെൻറ് ഫോം ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. കണ്ട് പഠിക്കേണ്ട ഒരു ജനതയാണ് ഇസ്രായേൽ. അത് ഇസ്രായേലിന് ഇപ്പോൾ ഈ ബഹളമെല്ലാം നടക്കുമ്പോൾ ആളുകളെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത് ആളുകളെ ഒഴിപ്പിച്ച് പേരെടുക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ ഇന്ത്യയിലിപ്പോൾ. കപ്പൽ കയറ്റി കൊണ്ടുവന്നു, വിമാനത്തെ കയറ്റി കൊണ്ടുവന്നു. പലയിടത്തും പോയവനെയും ജീവിക്കുന്നത് അവനെ തിരിച്ചു കൊണ്ടുവന്ന് വലിയ കാര്യമാണ്. ഇസ്രായേലികൾ ചെയ്തതെന്താ? 1.5 ലക്ഷം ഇസ്രായേലികൾ ടെലവീവിലേക്ക് പറന്നു യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് 1.5 ലക്ഷം അങ്ങോട്ട് പോയി. ഇപ്പോഴും കേരളത്തിൽ നിന്ന് അങ്ങോട്ട് 6000 പേർക്ക് വിസ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെർമിറ്റ് ചെയ്യാഞ്ഞിട്ടാണ്. യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല, യുദ്ധത്തിൽ നശിച്ച ബിൽഡിങ്സ് റീകൺസ്ട്രക്ട് ചെയ്യാൻ അതിനുള്ള ആളുകളെ ഇന്ത്യയിൽ നിന്ന് അവർ 1.5 ലക്ഷം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആരും പോകാൻ തയ്യാറില്ല. ഇന്ത്യയിൽ നിന്ന് 6000 പേര് പോകാൻ തയ്യാറാണ്. ഇസ്രായേൽ എടുക്കാനും തയ്യാറാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പെർമിറ്റ് ചെയ്തിട്ടില്ല. വരട്ടെ, നോക്കട്ടെ, നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. ഏത് നിമിഷവും മോദി അവർക്ക് പോകാൻ അനുമതി കൊടുക്കും, അവരും പോകും. ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാൻ ആൺകുട്ടികളുണ്ടെന്ന് ഇപ്പോഴും. കാരണം ധർമ്മം ഇസ്രായേലിൻ്റെ ഭാഗത്താണ്. ആ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്പസ്വല്പം കുതന്ത്രവും സംഗതിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ആത്യന്തിക ലക്ഷ്യം നോക്കിയാൽ മതി. ഏതായാലും ഈ ഖത്തറിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഹമാസിനൊരു വലിയ തിരിച്ചടിയായിരിക്കും. തിരിച്ചടിയൊന്നും ആവില്ല. തിരിച്ചടിയാവണമെന്നൊന്നുമില്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹമാസ്. അവർക്ക് ഇൻ്റർനാഷണൽ സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവർക്ക് സപ്പോർട്ടാണ്. എന്നാൽ ഹമാസ് തീവ്രവാദി എന്ന് പറയാൻ എത്ര പേരുണ്ട്? നമ്മുടെ കേരളത്തിൽ പോലും എത്ര പേരുണ്ട്? കേരളത്തിൽ ആരുമില്ല ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കാൻ. നമ്മളാരെങ്കിലും 3-4 പേര് വിളിക്കുന്നേ ഉള്ളൂ. മെയിൻ സ്ട്രീമിൽ ആരും ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കില്ല. കാരണം വിളിച്ചാൽ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരും തല്ലുമല്ലോ. പോപ്പുലർ ഫ്രണ്ടൊന്നും ഇപ്പോൾ തല്ലാറില്ല. ഇപ്പോൾ CPM നേരിട്ടാണ് ഓർഗനൈസേഷൻ നടത്തുന്നത്. എല്ലാ പരിപാടിയും മുമ്പിൽ ഒരു 3-4 തൊപ്പിക്കാരെ നിർത്തും. ബാക്കി മുഴുവൻ DYFI ആണ്. അതാണ് അവസ്ഥ. ഏതായാലും ഖത്തർ ഔദ്യോഗികമായി എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു 3-4 ദിവസത്തിനകം അത് തെളിയും. ഇതിനകത്ത് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാൻ പൊതുവെ സമാധാനം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുന്ന് പോയി അങ്ങോട്ട് പോയാൽ ഒമാന് തലവേദന ഉണ്ടാവില്ല? ഒമാന് തലവേദന എന്ന് വെച്ചാൽ ഒമാനിന് ഇതിലും ഭീകരമായ കണ്ടീഷൻ ഇടും. നിങ്ങളെ താമസിപ്പിക്കാം, പക്ഷേ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്.
ഇന്നതൊക്കെ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഹമാസ് ഈ വാർത്ത നിഷേധിച്ചിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നൊന്നുമില്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. കാരണം ഒമാൻ എടുക്കുകയില്ലെന്ന് ഇവർക്ക് ഉറപ്പില്ല. ഒരു രാജ്യം ഏതാണെന്ന് പേര് വന്നിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ 2 കൺട്രീസിനെ സമീപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഖത്തർ ഒഫീഷ്യലി എന്ത് പറയുന്നു എന്നത് നമുക്കൊന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.